നമസ്കാരം, എനി ടൈം ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ നിതിൻ. പ്രധാന വാർത്തകൾ. പാലക്കാട് അപകടത്തിൽ 4 വിദ്യാർത്ഥികളുടെ മരണത്തിനിടയാക്കിയ റോഡ് നിർമ്മാണത്തിൽ പാളിച്ചയുണ്ടെന്ന് ഗതാഗത മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ. ബി.ജെ.പിയെ കടന്നാക്രമിച്ച് പാർലമെന്റിൽ പ്രിയങ്കയുടെ കന്നിപ്രസംഗം. ജലവൈദ്യുത കരാർ നീട്ടി നൽകാനുള്ള സർക്കാർ തീരുമാനം കേരളത്തിന് ദോഷകരം. രമേശ് ചെന്നിത്തല. പുഷ്പ 2 റിലീസ് തിക്കിലും തിരക്കിലും പെട്ട് യുവതി മരിച്ച സംഭവത്തിൽ അല്ലു അർജുൻ റിമാൻഡിൽ. വൈദ്യുതി ചാർജ് വർധന ഇരുട്ടടിയാണെന്ന് വ്യാപാരികൾ. സംവിധായകൻ പി ബാലചന്ദ്രകുമാർ അന്തരിച്ചു. ചേലക്കരിക്കടുത്ത് മേപ്പാടത്ത് നിയന്ത്രണം വിട്ട ആംബുലൻസ് പാടത്തേക്ക് മറിഞ്ഞു. വാർത്തകൾ വിശദമായി. പാലക്കാട് അപകടത്തിൽ 4 വിദ്യാർത്ഥികളുടെ മരണത്തിനിടയാക്കിയ റോഡ് നിർമ്മാണത്തിൽ പാളിച്ചയുണ്ടെന്ന് ഗതാഗത മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ. പാലക്കാട് അപകടത്തിൽ മരിച്ച 4 വിദ്യാർത്ഥിനികളുടെ മരണത്തിനിടയാക്കിയ പനയമ്പാടത്തെ റോഡ് നിർമ്മാണത്തിൽ പാളിച്ചയുണ്ടെന്ന് ഗതാഗത മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ. പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ്, കെ കൃഷ്ണൻകുട്ടി എന്നിവരുമായി സംസാരിച്ചിരുന്നു. നാളെ പാലക്കാട് പോകും. റോഡിനെ സംബന്ധിച്ച് അടിയന്തരമായി പരിഹാരം കാണും. ഇത്തരം ബ്ലാക്ക് സ്പോട്ടുകൾ കണ്ടെത്തി ലിസ്റ്റ് തരാനായി ആവശ്യപ്പെടുമെന്നും മന്ത്രി പ്രതികരിച്ചു. കോൺട്രാക്ടർമാരാണ് റോഡ് എങ്ങനെ നിർമ്മിക്കണമെന്ന് തീരുമാനിക്കുന്നത്. അവിടെ എഞ്ചിനീയർമാർക്ക് ഒരു സ്ഥാനവുമില്ല. ദേശീയപാത അതോറിറ്റി റോഡ് ഡിസൈൻ ചെയ്യുന്നത് ഗൂഗിൾ മാപ്പ് നോക്കിയാണെന്നാണ് തനിക്ക് മനസ്സിലായിട്ടുള്ളത്. ഇതൊക്കെയാണ് കുഴപ്പങ്ങൾക്ക് കാരണം. ഗ്രൗണ്ട് ലെവലിലേക്ക് ഇറങ്ങി വന്ന് സൈറ്റിൽ നിന്നാണ് റോഡുകൾ ഡിസൈൻ ചെയ്യേണ്ടത്. യാതൊരു ശാസ്ത്രീയ മാനദണ്ഡവും പാലിക്കുന്നില്ല. പ്രാദേശികമായ പ്രശ്നങ്ങൾ കേട്ടിട്ട് വേണം റോഡുകൾ ഡിസൈൻ ചെയ്യാനെന്ന് മന്ത്രി കൂട്ടിച്ചേർത്തു. അതേസമയം പനയമ്പാടത്ത് ലോറി അപകടം നടന്ന സ്ഥലത്ത് ശാസ്ത്രീയ പരിശോധന തുടരുന്നു. ഫോറൻസിക് വിദഗ്ധരുടെ നേതൃത്വത്തിലാണ് പരിശോധന നടക്കുന്നത്. അപകടത്തിൽപ്പെട്ട വാഹനത്തിലുള്ള ലോഡിന്റെ ഭാരം കൃത്യമായിരുന്നുവെന്നും ഹൈഡ്രോപ്ലെയിനിങ് സാധ്യത കൂടുതലുള്ള സ്ഥലമാണിതെന്നുമാണ് RTO പറയുന്നത്. ലോഡ് ചെക്ക് ചെയ്തപ്പോൾ അതെല്ലാം ശരിയാണ്. ഓവർലോഡ് ഇല്ല. ടയറുകൾക്കും പ്രശ്നമില്ല. അധികം പഴക്കമില്ലാത്ത വണ്ടിയാണ്. മുമ്പ് ഇവിടെ അപകടം നടന്നതിനാൽ IIT പഠന റിപ്പോർട്ട് വാങ്ങിയിരുന്നു. ഇക്കാര്യം ചർച്ച ചെയ്ത് പനയമ്പാടത്തെ അപകട മേഖലയിലെ പ്രശ്നം പരിഹരിക്കാനുള്ള നടപടി സ്വീകരിച്ചു വരികയായിരുന്നു. ഇതിനിടെയാണ് ഇപ്പോൾ ദൗർഭാഗ്യകരമായ അപകടമുണ്ടായതെന്ന് RTO വ്യക്തമാക്കിയിരുന്നു. മറ്റൊരു വാഹനത്തിന് സൈഡ് കൊടുത്തപ്പോൾ ബ്രേക്ക് ചവിട്ടിയെങ്കിലും വാഹനം നിയന്ത്രിക്കാനായില്ലെന്നാണ് മറിഞ്ഞ ലോറിയുടെ ഡ്രൈവറുടെ മൊഴി. റോഡിൽ തെന്നലുണ്ടായിരുന്നു. ചാറ്റൽ മഴയും റോഡിലെ തെന്നലും കാരണം വാഹനം നിയന്ത്രിക്കാനായില്ലെന്നാണ് ഡ്രൈവർ പറയുന്നത്. ബി.ജെ.പിയെ കടന്നാക്രമിച്ച് പാർലമെന്റിൽ പ്രിയങ്കയുടെ കന്നിപ്രസംഗം. വയനാട് MP പ്രിയങ്ക ഗാന്ധിയുടെ കന്നി ലോക്സഭാ പ്രസംഗം ഭരണഘടനയിന്മേൽ നടന്ന ചർച്ചയിന്മേൽ. പാർലമെന്റ് ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവർക്ക് ആദരാഞ്ജലി അർപ്പിച്ച് തുടങ്ങിയ പ്രിയങ്ക അദാനി, കർഷക, മണിപ്പൂർ സമ്പൽ വിഷയങ്ങൾ ഉയർത്തി കേന്ദ്രത്തിനെതിരെ ആഞ്ഞടിച്ചു. ഒരു വേളയിൽ പ്രസംഗത്തിലിടപെട്ട് ചർച്ച ഭരണഘടനയിന്മേലാണെന്നടക്കം സ്പീക്കർ ഓർമ്മിപ്പിച്ചെങ്കിലും തെരഞ്ഞെടുപ്പ് അട്ടിമറി നീക്കങ്ങളടക്കം സഭയിൽ ആദ്യ പ്രസംഗത്തിൽ ഉന്നയിക്കാൻ പ്രിയങ്കയ്ക്ക് കഴിഞ്ഞു. ഭാരതത്തിൻ്റേത് പുരാതന സംസ്കാരമാണ്. വേദങ്ങളിലും പുരാണങ്ങളിലും സൂഫി ഗ്രന്ഥങ്ങളിലുമെല്ലാം നമ്മുടെ പാരമ്പര്യം പരാമർശിക്കപ്പെട്ടിരിക്കുന്നു. രാജ്യത്തിൻ്റെ ശബ്ദമാണ് ഭരണഘടന. നമ്മുടെ ജനതയ്ക്ക് തുല്യതയും ശബ്ദമുയർത്താനുള്ള അവകാശവും ഭരണഘടന നൽകുന്നു. എന്നാൽ പലയിടങ്ങളിലും ദുർബല ശബ്ദങ്ങളെ അടിച്ചമർത്തുന്നു. സമ്പൽ വിഷയം പാർലമെന്റിൽ ഉന്നയിച്ച പ്രിയങ്ക കൊല്ലപ്പെട്ടവരുടെ കുടുംബത്തെ കണ്ടത് സഭയിൽ പരാമർശിച്ചു. കൊല്ലപ്പെട്ടത് വലിയ സ്വപ്നങ്ങളുള്ളവരായിരുന്നു. 17 വയസ്സുള്ള അദ്നാൻ എന്ന കുട്ടി ഡോക്ടറാകണമെന്ന ആഗ്രഹം പങ്കുവച്ചു. അവനെ അത് പറയാൻ പ്രേരിപ്പിക്കുന്നത് ഭരണഘടന നൽകുന്ന ശക്തിയാണ്. ഈ സർക്കാർ ഭരണഘടനയെ അട്ടിമറിക്കാൻ ശ്രമിക്കുകയാണ്. ഭരണഘടനയുടെ ശക്തി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഈ സർക്കാർ തിരിച്ചറിഞ്ഞു. ജനങ്ങളെ ഭിന്നിപ്പിക്കാൻ എന്തൊക്കെ തന്ത്രങ്ങൾ BJP പ്രയോഗിച്ചു. ഈ സർക്കാർ എന്തുകൊണ്ട് ജാതി സെൻസസിനെ ഭയക്കുന്നുവെന്ന ചോദ്യമുയർത്തിയ പ്രിയങ്ക ഗാന്ധി ഭരണഘടനയെ ദുർബലപ്പെടുത്താൻ എല്ലാ വഴികളും ഈ സർക്കാർ തേടുകയാണെന്നും കുറ്റപ്പെടുത്തി. ഭരണഘടനയെ അട്ടിമറിക്കാനുള്ള ശ്രമത്തെ എല്ലാ ശക്തിയും ഉപയോഗിച്ച് ചെറുക്കുമെന്നും പ്രിയങ്ക സഭയിൽ ആവർത്തിച്ചു. അദാനി വിഷയം സഭയിൽ ഉയർത്തിയ പ്രിയങ്ക ഒരു വ്യക്തിക്ക് വേണ്ടി കേന്ദ്രം എല്ലാം അട്ടിമറിക്കുകയാണെന്നും കുറ്റപ്പെടുത്തി. വിലക്കയറ്റവും തൊഴിലില്ലായ്മയും ജനത്തെ വരിഞ്ഞുമുറക്കുന്ന വേളയിലും സർക്കാർ പിന്തുണയ്ക്കുന്നത് അദാനിയെയാണ്. കർഷകരെ ഉപേക്ഷിച്ചിരിക്കുന്നു. ഒരു വ്യക്തിക്ക് വേണ്ടി ഒരു ജനതയെ മോദി സർക്കാർ വഞ്ചിക്കുകയാണ്. ഭരണഘടനാ സ്ഥാപനങ്ങളെ ദുർബലപ്പെടുത്തുകയാണ്. സമ്പദ് വ്യവസ്ഥയെ ദുർബലമാക്കിയിരിക്കുകയാണ്. വാഷിംഗ് മെഷീൻ സർക്കാരായി മോദി സർക്കാർ മാറിയെന്നും പ്രിയങ്ക പരിഹസിച്ചു. ഇതോടെ സ്പീക്കർ ഇടപെട്ടു. ഭരണഘടനയെക്കുറിച്ചാണ് ചർച്ചയെന്ന് പ്രിയങ്കയെ സ്പീക്കർ ഓർമ്മിപ്പിച്ചു. ജലവൈദ്യുത കരാർ നീട്ടി നൽകാനുള്ള സർക്കാർ തീരുമാനം കേരളത്തിന് ദോഷകരം. രമേശ് ചെന്നിത്തല. മണിയാർ ചെറുകിട ജലവൈദ്യുതി സ്വകാര്യ കമ്പനിയായ കാർബോറണ്ടം യൂണിവേഴ്സൽ ലിമിറ്റഡിന് നൽകാനുള്ള സർക്കാർ തീരുമാനം കേരളത്തിന് ദോഷകരമാകുമെന്ന് രമേശ് ചെന്നിത്തല. കരാർ നീട്ടി നൽകാമെന്ന് കരാറിൽ എവിടെയാണ് ഉള്ളത്?
കരാർ നീട്ടി നൽകുന്നതിൽ അഴിമതിയുണ്ട്. മുഖ്യമന്ത്രിയും വ്യവസായ മന്ത്രിയും വൈദ്യുതി മന്ത്രിയെ നോക്കുകുത്തിയാക്കി കരാർ നീട്ടി നൽകാൻ തീരുമാനിക്കുകയാണ്. മുഖ്യമന്ത്രിയും വ്യവസായ മന്ത്രിയും പറയുന്നിടത്ത് ഒപ്പിടുന്ന വൈദ്യുതി മന്ത്രി മന്ത്രിസ്ഥാനത്ത് തുടരണോ എന്നും ചെന്നിത്തല കൂട്ടിച്ചേർത്തു. വൈദ്യുതി പ്രതിസന്ധി മനഃപൂർവ്വം ഉണ്ടാക്കിയതാണ്. സ്വകാര്യ വൈദ്യുത കമ്പനികളുടെ സമ്മർദ്ദത്തിന് വഴങ്ങിയാണ് വൈദ്യുതി നിരക്ക് വർദ്ധിപ്പിച്ചത്. 30 വർഷത്തേക്ക് ആയിരുന്നു കരാർ ഒപ്പിട്ടത്. കാർബോറണ്ടം കമ്പനിയുടെ ആവശ്യത്തിന് ധാരണാപത്രം ഒപ്പിട്ട് തുടങ്ങിയ പദ്ധതിയാണിത്. 30 വർഷം കഴിയുമ്പോൾ കേരള സർക്കാരിന് കൈമാറേണ്ടതാണ്. കൈമാറുന്നതിൻ്റെ നോട്ടീസ് ഇതുവരെ സർക്കാർ നൽകിയില്ല. 21 ദിവസത്തിനകം നൽകേണ്ടതാണ്. ഈ സാഹചര്യത്തിലാണ് അഴിമതി എന്ന് പറയുന്നത്. 1991 കരാറിൽ പുതുക്കി കൊടുക്കാമെന്ന് പറഞ്ഞിട്ടില്ലെന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞു. കരാർ നീട്ടിയാൽ മറ്റ് ചെറുകിട ജലവൈദ്യുതി പദ്ധതികളുടെയും കരാർ നീട്ടേണ്ടി വരും. വ്യവസായ മന്ത്രി വ്യവസായത്തെപ്പറ്റി മാത്രമാണ് പറയുന്നത്. മന്ത്രി മുതലാളിമാരുടെ താൽപ്പര്യം മാത്രമാണ് സംരക്ഷിക്കുന്നത്, ജനങ്ങളുടെ താൽപ്പര്യം സംരക്ഷിക്കുന്നില്ല. മന്ത്രിസഭ ചേരാതെയാണ് മുഖ്യമന്ത്രി തീരുമാനമെടുക്കുന്നത്. സർക്കാർ തീരുമാനം തിരുത്തണം. വെള്ളപ്പൊക്കത്തിൽ നാശനഷ്ടമുണ്ടായെങ്കിൽ എന്തുകൊണ്ട് സർക്കാരിനെ അറിയിച്ചില്ല? 2018-19 പ്രളയത്തെ മുൻനിർത്തി കള്ളക്കഥ മെനയുകയാണ്. ഇതിൽ അഴിമതിയുണ്ട്. വ്യവസായങ്ങൾ വരാത്തത് രാജീവിൻ്റെ സർക്കാർ ഉള്ളതുകൊണ്ടാണ്. വ്യവസ്ഥകൾ പ്രകാരം സർക്കാർ പ്രവർത്തിക്കണം. രമേശ് ചെന്നിത്തല കൂട്ടിച്ചേർത്തു. പുഷ്പ 2 റിലീസ് തിക്കിലും തിരക്കിലും പെട്ട് യുവതി മരിച്ച സംഭവത്തിൽ അല്ലു അർജുൻ റിമാൻഡിൽ. യുവതി മരിച്ച സംഭവത്തിൽ നടൻ അല്ലു അർജുൻ റിമാൻഡിൽ. നാമ്പള്ളി കോടതിയുടേതാണ് വിധി. 14 ദിവസത്തേക്കാണ് റിമാൻഡ് ചെയ്തിരിക്കുന്നത്. നടനെ ചഞ്ചൽഗുഡ ജയിലിലേക്ക് മാറ്റും. തെലങ്കാന ഹൈക്കോടതിയിലും കേസ് നടക്കുന്നുണ്ട്. കേസ് തള്ളണമെന്ന ഹർജിയാണ് ഹൈക്കോടതി പരിഗണിക്കുന്നത്. കേസിൽ താൻ നേരിട്ട് ബന്ധപ്പെട്ടിട്ടില്ലെന്നാണ് അല്ലു അർജുൻ വാദിക്കുന്നത്. നടൻ അല്ലു അർജുനെതിരെ ജാമ്യമില്ലാ വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത്. ഭാരതീയ ന്യായ സംഹിതയിലെ 105, 118 വകുപ്പുകളാണ് ചുമത്തിയത്. 5 മുതൽ 10 വർഷം വരെ തടവ് ലഭിക്കാവുന്ന കുറ്റമാണിത്. ജൂബിലി ഹിൽസിലെ അല്ലുവിൻ്റെ വീട്ടിലെത്തിയാണ് ഹൈദരാബാദ് പോലീസ് അറസ്റ്റ് ചെയ്തത്. പിന്നീട് ചിക്കടപ്പള്ളി പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റുകയായിരുന്നു. ഇക്കഴിഞ്ഞ ഡിസംബർ 4-ാം തീയതി ഹൈദരാബാദിലെ സന്ധ്യ തിയേറ്ററിലായിരുന്നു സംഭവം നടന്നത്. ഹൈദരാബാദ് ദിൽഷുഖ് നഗർ സ്വദേശിനി രേവതിയാണ് തിയേറ്ററിലെ തിക്കിലും തിരക്കിലും പെട്ട് മരിച്ചത്. അതേസമയം അല്ലു അർജുൻ തിയേറ്ററിലെത്തുന്ന കാര്യം കൃത്യമായി അറിയിച്ചില്ലെന്ന പോലീസിന്റെ വാദം പൊളിയുകയാണ്. മതിയായ സംരക്ഷണം ഉറപ്പാക്കണമെന്ന് ചിക്കട്പള്ളി പോലീസിന് അപേക്ഷ നൽകിയിരുന്നുവെന്ന് തിയേറ്റർ അധികൃതർ വ്യക്തമാക്കി. താരങ്ങളും സിനിമയുടെ അണിയറ പ്രവർത്തകരും തിയേറ്ററിൽ എത്തുമെന്ന് കാണിച്ച് ഡിസംബർ 2-നാണ് അപേക്ഷ നൽകിയത്. വൈദ്യുതി ചാർജ് വർധന ഇരുട്ടടിയാണെന്ന് വ്യാപാരികൾ. വൈദ്യുതി ചാർജ് വർധനവിനെതിരെ വടക്കാഞ്ചേരിയിൽ വ്യാപാരികൾ പന്തം കൊളുത്തി പ്രകടനം നടത്തി. വ്യാപാര ഭവന് മുന്നിൽ നടന്ന പ്രതിഷേധ സമരം പ്രതിഷേധ ജ്വാലയായി. കേരളത്തിലെ ജനങ്ങൾ ജീവിക്കാൻ വേണ്ടി കഷ്ടപ്പെടുമ്പോൾ വൈദ്യുത നിരക്ക് കുത്തനെ വർദ്ധിപ്പിച്ചത് മൂലം ജനജീവിതം ദുരിതത്തിലായെന്ന് വ്യാപാരികൾ ആരോപിച്ചു. കേരള ജനതയെ കൊള്ളയടിക്കുന്ന കേരള സർക്കാർ സംസ്ഥാനത്ത് മുടങ്ങിക്കിടക്കുന്ന 632 മെഗാവാട്ട് ശേഷിയുള്ള 122 ചെറുകിട ജലവൈദ്യുത പദ്ധതികൾ ഇതുവരെ പൂർത്തിയാക്കിയിട്ടില്ലെന്ന് വ്യാപാരികൾ കുറ്റപ്പെടുത്തി. ഭൂതത്താൻ ജലവൈദ്യുത പദ്ധതികൾ നടപ്പാക്കാത്തത് മൂലം 500 കോടിയുടെ നഷ്ടമുണ്ടായതായി മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് അജിത് മല്ലയ്യ ചൂണ്ടിക്കാട്ടി. ഇന്ന് കേരളത്തിലെ എല്ലാ യൂണിറ്റിലും വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ എല്ലാ യൂണിറ്റിലും പന്തം കൊളുത്തി പ്രകടനം നമ്മൾ നടത്തുന്നുണ്ട്. വൈദ്യുതി ചാർജിന് എതിരായിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. നമ്മളെ സംബന്ധിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ കേരളത്തിന് തൊട്ട് ചേർന്ന് കിടക്കുന്ന തമിഴ്നാട് അടക്കമുള്ള സ്ഥലങ്ങളിലൊക്കെ നമ്മളെക്കാൾ വളരെയധികം റേറ്റ് കുറവാണ് ഇപ്പം ഇലക്ട്രിസിറ്റി ചാർജ്. ഞാനിത് വെറുതെ പറയുന്നില്ല. നിങ്ങൾ ഈ കാണികൾ ഗൂഗിളിലൊന്ന് അമർത്താണെങ്കിൽ ഗൂഗിളിലെ കമ്പാരിസൺ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനൊരു കോളം വരുന്നുണ്ട്. ഈ കോളം നിങ്ങളൊന്ന് നോക്കുക. ഇത് 100 യൂണിറ്റ്, 200 യൂണിറ്റ്, 300 യൂണിറ്റ്, 600 യൂണിറ്റ്, 900 യൂണിറ്റിൻ്റെ ഇതിൻ്റെ റേറ്റ് ഞാനൊന്ന് പറയാം. നമ്മളെ സംബന്ധിച്ച് ഇപ്പോൾ 900 യൂണിറ്റ് ഉപയോഗിക്കുന്ന ഒരാൾ കേരളത്തിലാണെങ്കിൽ കൊടുക്കേണ്ട സംഖ്യയും അതുമാതിരി തന്നെ മറ്റ് സംഖ്യ. കേരളത്തിൽ 6650 രൂപ കൊടുക്കുമ്പം ആന്ധ്രാപ്രദേശിൽ 6232 രൂപ കൊടുത്താൽ മതി. ഗുജറാത്തിൽ 5715 രൂപ, ഉത്തർപ്രദേശിൽ 5645, തമിഴ്നാട്ടിലാണെങ്കിൽ വെറും 5550 രൂപ. ഇത് 900 യൂണിറ്റ് ഉപയോഗിക്കുന്ന ആൾ. അതുമാതിരി തന്നെ 800 യൂണിറ്റ് ഉപയോഗിക്കുന്ന ഒരാളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കേരളത്തിൽ 5760 രൂപയും തമിഴ്നാട്ടിൽ 4550 രൂപയും. ഇനി 100 യൂണിറ്റ് ഏറ്റവും താഴേക്കിട 100 യൂണിറ്റ് ഉപയോഗിക്കുന്ന സ്ഥലത്താണെങ്കിൽ കേരളത്തിൽ 385 രൂപ കൊടുക്കുമ്പം ആന്ധ്രാപ്രദേശിൽ അത് 254, രാജസ്ഥാനിൽ 0 പൈസ കൊടുക്കണ്ട, കർണാടകയിൽ 0, തമിഴ്നാട്ടിൽ 0. ഇനി 200 യൂണിറ്റ് ഉപയോഗിക്കുന്ന ഒരാളാണെങ്കിൽ ഇത് കേരളത്തിൽ 775, ആന്ധ്രയിൽ 649, തമിഴ്നാട്ടിൽ 225, കർണാടകയിൽ 0.
ഇത് വെറുതെ പറയുന്നല്ല, നിങ്ങൾ ഗൂഗിളിലൊന്ന് പോകണം, കമ്പാരിസൺ എന്ന് പറഞ്ഞിട്ട് ഇതൊന്ന് പഠിക്കണം. ഇതാണ് അവിടുത്തെ ഒരു കാര്യം. ഇനി വർധനവിനെ കുറിച്ച് പറയുമ്പോൾ വേറൊരു കാര്യം കൂടി ഞാൻ നിങ്ങളെ കണക്കുകളുടെ ഉദ്ധരിക്കുകയാണ്. ഇത് എന്നെ സംബന്ധിച്ച് എൻ്റെ ഇലക്ട്രിസിറ്റി ബില്ലാണ്. എൻ്റെ കടയിൽ വരുന്ന ഇലക്ട്രിസിറ്റി ബില്ലിൻ്റെ ഒരു കോപ്പിയാണ് ഇത്. നിങ്ങളെല്ലാവർക്കും ഓരോ കൺസ്യൂമറും അവരവരുടെ ബില്ലൊന്ന് എടുത്തു നോക്കണം. അപ്പോഴാണ് നമ്മളെ സംബന്ധിച്ച് എന്തൊക്കെ ചാർജുകളാണ് നമ്മൾ കൊടുക്കുന്നത് എന്നുള്ളത് അതൊന്ന് മനസ്സിലാക്കാം. ആദ്യമായിട്ട് തന്നെ എന്നെ സംബന്ധിച്ച് എനിക്ക് വരുന്നത് 450 യൂണിറ്റാണ്. 450 യൂണിറ്റിന് എൻ്റെ എനർജി ചാർജ് എന്ന് പറഞ്ഞാൽ 3432 രൂപയാണ്. എന്ന് പറഞ്ഞാൽ ഏകദേശം 7 രൂപ 15 പൈസയാണ് ഞാൻ അടയ്ക്കേണ്ടത്. പക്ഷേ അതിനോട് ചേർന്ന് വരുന്ന ചാർജുകൾ വളരെയധികം കൂടുതലാണ്. ഓരോ കൺസ്യൂമറും ഇങ്ങനെ ബില്ല് വരുമ്പം ഓരോന്നായിട്ട് നിങ്ങൾ നോക്കണം. അതിൽ വരുന്ന ഒരു ചാർജ് ഡ്യൂട്ടി 343 രൂപയാണ് ഡ്യൂട്ടി ഇട്ടിരിക്കുന്നത്. ഇനി ഫ്യൂവൽ ചാർജ്, ഇതെന്താ സാധനം എന്നുള്ളത് ഒരു സാധാരണക്കാരന് അറിയില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഫ്യൂവൽ സർചാർജ് അത് വന്നിരിക്കുന്നത് 2023 10 പൈസയാണ് വെച്ചത്. ആ സാധനം 24 അടുത്ത കൊല്ലമായപ്പോഴേക്കും 25/6/2024 9 പൈസയും അടക്കം 19 പൈസ ഇപ്പോൾ നമ്മൾ അടയ്ക്കേണ്ടി വന്നു. അതിൻ്റെ പേരിൽ 91 രൂപ നമ്മൾ അടയ്ക്കുകയാണ്. ഇനി ഇതൊന്നും കൂടാതെയാണ് ഫിക്സഡ് ചാർജ്. നമ്മൾ എനർജി ചാർജ് നമുക്ക് മനസ്സിലാക്കാം. ഫിക്സഡ് ചാർജ് എന്ന് പറഞ്ഞിട്ട് 350 രൂപ മേടിക്കുന്നുണ്ട് എല്ലാ മാസങ്ങളിലും. ഈ 2 മാസം അല്ലെങ്കിൽ മാസങ്ങളിൽ ബില്ല് വരുമ്പോൾ 350 രൂപ ഫിക്സഡ് ചാർജ്. അതും പോട്ടെ, മീറ്റർ വാടക 12 രൂപ. ഇന്ന് മീറ്ററൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ വില കൊടുത്ത് മേടിക്കുന്ന സാധനങ്ങളാണ്. അതിനടക്കം ഇത് വരുമോ എന്നുള്ളതാണ് ഇപ്പോൾ എനിക്ക് ഭയപ്പാട്. എൻ്റെ ആയാലും മീറ്റർ വാടക 12 രൂപ. അടുത്ത റൗണ്ട് ഓഫ് 40 പൈസ. അങ്ങനെ 3432 രൂപ ബില്ല് എനർജി ചാർജ്. പക്ഷെ ഞാൻ അടയ്ക്കുന്നത് 4258 രൂപ. ഇതിലാണ് ഇപ്പോൾ വർധനവ് വരാൻ പോകുന്നത്. ഇനി വേറൊരു കാര്യം കൂടി നമ്മൾ നോക്കേണ്ടതെന്ന് പറഞ്ഞാൽ നിക്ഷേപ തുക. എന്നെ സംബന്ധിച്ച് ഞാനവിടെ ഡെപ്പോസിറ്റ് ചെയ്തിരിക്കുന്ന 10711 രൂപ നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മളെ സംബന്ധിച്ച് ഇലക്ട്രിസിറ്റി ചാർജ് നമ്മൾ ഇത് ബില്ല് അടച്ചില്ലെങ്കിൽ ഉടനെ വന്നിട്ട് കട്ട് ചെയ്യുന്നുള്ളതാണ് പറയുന്നത്. അവർ കട്ട് ചെയ്യും ചെയ്യുന്നുണ്ട്. എൻ്റെ 10711 രൂപ അവിടെ കയ്യിലുള്ള സ്ഥിതിക്കാണ് ഇവർ ബില്ല് അടച്ചില്ലെങ്കിൽ ഉടനെ കട്ട് ചെയ്യുമെന്ന് പറഞ്ഞ് നാട്ടുകാരൊക്കെ ഭീഷണിപ്പെടുത്തുന്നത്. എന്തിനാണ് ഇതിൻ്റെ ആവശ്യം? എന്തിനാണ് ഈ 10711 രൂപ അവിടെ പിടിച്ചു വെച്ചിരിക്കുന്നത്? ഇനി ഇത് കൂടാതെ ഇപ്പം അടുത്ത് വന്ന ഒരു കാര്യങ്ങളും കൂടി പറയാം. ഇപ്പം 16 പൈസയാണ് വർധനവ് വന്നിരിക്കുന്നത്. അത് ഈ മാസങ്ങളിൽ 2025 എന്ന് പറഞ്ഞാൽ ജാനുവരിയിൽ വീണ്ടും 12 പൈസയാണ് കൂട്ടാൻ പോകുന്നത്. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് 16ഉം 12 28 പൈസയാണ് ഇപ്പോൾ വർധനവ് വരാൻ പോകുന്നത്. ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത് ഇലക്ട്രിസിറ്റിയുടെ കെടുകാര്യസ്ഥ മൂലമാണ് ഇന്ന് പൊതുജനങ്ങൾ ഇത് അനുഭവിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം എന്ന് പറഞ്ഞാൽ ഏകദേശം നമ്മളെ സംബന്ധിച്ച് നമ്മൾ ഇലക്ട്രിസിറ്റി മറ്റ് സ്റ്റേറ്റിൽ നിന്നും മേടിക്കുന്ന കാരണമാണ് ഇത് വരുന്നത്. 100ഓളം പദ്ധതികൾ കേരളത്തിൽ കഴിഞ്ഞ ഒരുപാട് വർഷമായിട്ട് 100ഓളം പദ്ധതികൾ ഇവിടെ പൂർത്തീകരിക്കേണ്ടതായിട്ടുണ്ട്. പക്ഷേ KSEBയുടെ കെടുകാര്യസ്ഥ മൂലം ഈ 100ഓളം പദ്ധതികൾ ഇവിടെ ചെയ്യാൻ പറ്റാത്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മളെ സംബന്ധിച്ച് ഇലക്ട്രിസിറ്റി ഉൽപ്പാദനം വളരെ കുറയുകയും നമ്മൾ ഇന്ന് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് മേടിക്കേണ്ടതായിട്ട് വന്നത്. വ്യാപാര വ്യവസായ മേഖല അടിഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഒരു ഇരുട്ടടി പോലെയാണ് വൈദ്യുതി വർധനവ് ഇപ്പോൾ നടപ്പിലാക്കാൻ സർക്കാർ തയ്യാറായിട്ടുള്ളത്. നമ്മൾ ഉപയോഗിക്കുന്ന വസ്തുവിനെ അത് ഒരു അളവിന് ഇലക്ട്രിസിറ്റി നമ്മൾ കിലോ വാട്ടിന് അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഏത് സാധനം ലിറ്റർ ആയാലും കിലോ ആയാലും അതിനൊരു റേറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് അതിനൊരു സർചാർജ്, പിന്നെ അതിനൊരു ഡ്യൂട്ടി, ഒരു ഫ്യൂവൽ ചാർജ്, മീറ്റർ അളന്നു തരുന്ന മീറ്ററിന് വാടക, ആ വാടകയ്ക്ക് GST, അത് സ്റ്റേറ്റിൻ്റെയും സെൻറ്ററിൻ്റെയും, ഇങ്ങനെ പലതരം റേറ്റുകൾ ചേർത്ത് 1000 രൂപയുടെ വൈദ്യുതി ഉപയോഗിക്കുന്ന ആൾക്ക് അത് 1500 1600 ആക്കുന്ന ആ മാജിക്ക് ജനങ്ങളെ പച്ചയ്ക്ക് കൊള്ളയടിക്കുന്ന ഒരു പ്രവണതയാണ്. സെക്രട്ടറി PN ഗോകുലൻ, PA അബ്ദുൾ സലാം, എൽദോ പോൾ, VV ഫ്രാൻസിസ്, പ്രശാന്ത് മേനോൻ, KA മുഹമ്മദ് എന്നിവർ പ്രസംഗിച്ചു. സംവിധായകൻ P ബാലചന്ദ്രകുമാർ അന്തരിച്ചു. സംവിധായകൻ P ബാലചന്ദ്രകുമാർ അന്തരിച്ചു. വൃക്കരോഗത്തെ തുടർന്ന് ചികിത്സയിലായിരുന്നു. ചെങ്ങന്നൂരിലെ KM ചെറിയാൻ ആശുപത്രിയിലായിരുന്നു അന്ത്യം. നടിയെ ആക്രമിച്ച കേസിലെ പ്രധാന സാക്ഷിയാണ് ബാലചന്ദ്രകുമാർ. നടിയെ ആക്രമിച്ച കേസിൽ നിർണായകമായത് P ബാലചന്ദ്രകുമാറിന്റെ വെളിപ്പെടുത്തലുകളാണ്. വൃക്കരോഗം രൂക്ഷമായ സാഹചര്യത്തിൽ ബാലചന്ദ്രകുമാറിന്റെ കുടുംബം വൃക്കമാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് സാമ്പത്തിക സഹായം തേടിയിരുന്നു. ബാലചന്ദ്രകുമാറിന് വൃക്കരോഗം കൂടാതെ തലച്ചോറിൽ അണുബാധയും സ്ഥിരീകരിച്ചിരുന്നു.
വൃക്കയിലെ കല്ലിന് ചികിത്സ തേടിയപ്പോഴാണ് 2 വൃക്കകളും തകരാറിലാണെന്ന് കണ്ടെത്തുന്നത്. കഴിഞ്ഞ മാസം അവസാനം മുതൽ ബാലചന്ദ്രകുമാറിന്റെ സ്ഥിതി ഗുരുതരമാകുകയായിരുന്നു. ആസിഫ് അലി നായകനായ കൗബോയ് എന്ന ചിത്രത്തിന്റെ സംവിധായകനാണ് ബാലചന്ദ്രകുമാർ. ദിലീപിനെ നായകനാക്കി പിക് പോക്കറ്റ് എന്ന ചിത്രവും അദ്ദേഹം സംവിധാനം ചെയ്യാൻ പദ്ധതിയിട്ടിരുന്നു. നടിയെ ആക്രമിച്ച കേസിൽ ബാലചന്ദ്രകുമാറിന്റെ മൊഴിയാണ് 2ാം ഘട്ട അന്വേഷണത്തിൽ ഏറെ നിർണായകമായിരുന്നത്. കേസിലെ മുഖ്യപ്രതി പൾസർ സുനിയും 8ാം പ്രതി ദിലീപുമായി അടുത്ത ബന്ധമുണ്ടെന്ന് ബാലചന്ദ്രകുമാർ വെളിപ്പെടുത്തിയിരുന്നു. നടിയെ ആക്രമിച്ച ദൃശ്യങ്ങൾ ഒരു VIP വഴി ദിലീപിന്റെ കയ്യിലെത്തിയെന്നും കേസിലെ അന്വേഷണ ഉദ്യോഗസ്ഥരെ അപായപ്പെടുത്താൻ ദിലീപ് നീക്കം നടത്തിയെന്നും ബാലചന്ദ്രകുമാർ ആരോപിച്ചിരുന്നു. ദിലീപുമായി ബന്ധപ്പെട്ട ചില ഓഡിയോകൾ ബാലചന്ദ്രകുമാർ പുറത്തുവിട്ടത് കോളിളക്കം സൃഷ്ടിച്ചിരുന്നു. ഇതിന് പിന്നാലെ കേസിൽ ബാലചന്ദ്രകുമാറിന്റെ രഹസ്യമൊഴി രേഖപ്പെടുത്തി. 51 പേജുള്ള രഹസ്യമൊഴിയാണ് ദിലീപിനെതിരെ ഇദ്ദേഹം നൽകിയിരിക്കുന്നത്. ദിലീപിനെ കൂടാതെ നടിയെ ആക്രമിച്ച കേസിൽ നടി കാവ്യ മാധവനെയും സംശയമുന്നിൽ നിർത്തുന്നതായിരുന്നു ബാലചന്ദ്രകുമാറിന്റെ ആരോപണങ്ങൾ. ഒരിടവേള. കാറെക്സ് കാർ ബ്യൂട്ടി സ്റ്റുഡിയോ എന്ന സ്ഥാപനം ഓട്ടുപാറയിലെ പരുത്തിപ്രായിൽ പ്രവർത്തനം ആരംഭിച്ചു. സീറ്റ് കവർ ഫിക്സിംഗ്, സെറാമിക് കോട്ടിംഗ് 3 ലെയർ, ഗ്രാഫിൻ കോട്ടിംഗ് 3 ലെയർ, റബ്ബറൈസ്ഡ് ആന്റി റസ്റ്റ് കോട്ടിംഗ്, വിനൈൽ ഫോർമാറ്റ് ഫിക്സിംഗ്, കാർ പോളിഷിംഗ്, എല്ലാ ആക്സസറീസുകളും പ്രവർത്തിക്കുന്നു. എല്ലാ കാർ മാറ്റും 5Ds, 4D, 7D എന്നീ വർക്കുകൾ ഗുണനിലവാരത്തിലും കുറഞ്ഞ നിരക്കിലും ചെയ്തു കൊടുക്കുന്നു. മികച്ച കമ്പനികളുടെ മെറ്റീരിയൽ ഉപയോഗിച്ച് ഏറ്റവും മികച്ച രീതിയിൽ വാഹനങ്ങൾ മോടിയാക്കുന്നതാണ് സ്ഥാപനത്തിന്റെ പ്രത്യേകതയെന്ന് ഉടമ മനു KM പറഞ്ഞു. വാർത്തകൾ തുടർന്നു. ചേലക്കരയ്ക്കടുത്ത് മേപ്പാടത്ത് നിയന്ത്രണം വിട്ട ആംബുലൻസ് പാടത്തേക്ക് മറിഞ്ഞു. ചേലക്കരയ്ക്കടുത്ത് മേപ്പാടത്ത് നിയന്ത്രണം വിട്ട ആംബുലൻസ് പാടത്തേക്ക് മറിഞ്ഞു. ആംബുലൻസിലുണ്ടായിരുന്ന നഴ്സ് ബിൻസി, ആംബുലൻസ് ഡ്രൈവർ നിസാമുദ്ദീൻ എന്നിവർക്ക് പരിക്കേറ്റു. വെള്ളിയാഴ്ച പുലർച്ചെയാണ് അപകടം സംഭവിച്ചത്. പാലക്കാട് നിന്നും രോഗിയെ മെഡിക്കൽ കോളേജിലെത്തിച്ച് മടങ്ങുന്ന വഴിയാണ് അപകടം സംഭവിച്ചത്. പരിക്കേറ്റവരെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മേപ്പാടം കൽത്തൊട്ടി വളവിലെ കൈവരി തകർത്താണ് ആംബുലൻസ് പാടത്തേക്ക് മറിഞ്ഞത്. അകമല ഭാരതീയ വിദ്യാഭവനിൽ സാരംഗ് 2024 അരങ്ങേറി. അകമല ഭാരതീയ വിദ്യാഭവൻ SS രാമകൃഷ്ണൻ മെമ്മോറിയൽ പബ്ലിക് സ്കൂളിലെ വാർഷിക ദിനം സാരംഗ് 2024 ഡോക്ടർ ഗായത്രി ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്തു. ഗുരുർ ബ്രഹ്മ ഗുരുർ വിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരുർ സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികൾക്കും സദസ്സിലുള്ള പ്രിയപ്പെട്ടവർക്കും നമസ്തേ. ഇപ്പം തൊട്ടു മുമ്പ് മുരളിയങ്കിൾ പറഞ്ഞതുപോലെ വളരെ സന്തോഷം പറഞ്ഞത് കേട്ടതിൽ. പറഞ്ഞതുപോലെ എൻ്റെ ജീവിതത്തിൽ കഥകളിപരമായോ അല്ലെങ്കിൽ പ്രൊഫഷണൽ സൈഡിലോ എന്തെങ്കിലും വിജയം കൈവരിച്ചിട്ടുണ്ടെങ്കിൽ, അതുപോലെ തന്നെ ഇന്നിപ്പോൾ ഇങ്ങനൊരു അവസരത്തിൽ ഇത്രയും വലിയൊരു ആഘോഷത്തിൻ്റെ ഭാഗമായി ഇവിടെ നിൽക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് എൻ്റെ ഭാരതീയ വിദ്യാഭവനിൽ പഠിച്ച കാലഘട്ടത്തിൽ എൻ്റെ ഗുരുക്കന്മാരുടെ കയ്യിൽ നിന്ന് കിട്ടിയിട്ടുള്ള പ്രചോദനവും ആത്മവിശ്വാസവും ഒന്നുകൊണ്ട് മാത്രമാണ്. അതുകൊണ്ട് തന്നെ അവരെ എല്ലാവരും ഓർക്കുക എന്നൊരു കാര്യം ഉദ്ദേശിച്ചാണ് ഞാൻ ആദ്യം ഈ ഒരു ശ്ലോകം ചൊല്ലിയത്. അവരെ ഓർത്തുകൊണ്ട് എനിക്ക് എന്തൊരു കാര്യവും തുടങ്ങാൻ സാധിക്കുള്ളൂ. ഐ എം എ പ്രൗഡ് ഭവനൈറ്റ്. നിങ്ങളെല്ലാവരും പോലെ തന്നെ ഞാനും ഒരു പ്രൗഡ് ഭവനൈറ്റാണ്. 22ാമത്തെ ആനുവൽ ഡേ എന്ന് ഞാനിവിടെ കണ്ടു. അത് കേട്ടപ്പോൾ ഒരു രസം തോന്നി. അതായത് 22 വർഷം മുൻപാണ് ഞാൻ ആദ്യമായിട്ട് ഇവിടെ ഇരിക്കുന്ന കുട്ടികളെ പോലെ നീലയൊക്കെ ഇട്ട് ഇവിടെ ഒരു ബാഡ്ജൊക്കെ ആയിട്ട് ബെൽറ്റൊക്കെ കെട്ടി ഭാരതീയ വിദ്യാഭവനിൽ വെച്ച് എൻ്റെ സ്കൂൾ ജീവിതം ആരംഭിക്കുന്നത്.
എനിക്ക് ഭവൻസിനോടുള്ളൊരു താല്പര്യക്കൂടുതലും ഒരു ആത്മബന്ധവും കാരണം തന്നെ അതിലേതോ ഒരു യൂണിഫോമിൽ ഉണ്ടായിരുന്ന ബാഡ്ജ് ഞാൻ കീറിയെടുത്ത് ഇപ്പോഴും സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ആ ഒരു ലോഗോയിനോട് അത്രയൊരു ആത്മബന്ധമുണ്ട്. അപ്പോൾ അതുപോലെ ഞാൻ പഠിച്ചത് പൂച്ചട്ടിയിലും പോട്ടൂരും ആണെങ്കിലും ഭാരതീയ വിദ്യാഭവൻ്റെ മറ്റൊരു ഭാരതീയ ഭവൻ അകമലയിൽ വന്ന് ഇങ്ങനൊരു അവസരത്തിൽ ഇത്രയും നല്ലൊരു സ്ഥാനത്ത് നിൽക്കാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം. അതിനവസരം ഒരുക്കിയ അധികൃതരോട് ആദ്യം തന്നെ നന്ദി രേഖപ്പെടുത്തട്ടെ. ഒരു അക്കാഡമിക്കൽ തലത്തിൽ പഠിക്കുക, പരീക്ഷ എഴുതുക, പാസ്സാവുക, നല്ല മാർക്ക് മേടിക്കുക, മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു കോളേജിൽ പോവുക എന്നുള്ളൊരു രീതിയിൽ നിന്ന് പരിപൂർണമായിട്ടും വ്യത്യസ്തമായ ഒരു അപ്രോച്ചാണ് സ്റ്റുഡൻസിന് ഭാരതീയ വിദ്യാഭവനിൽ കൊടുക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അതായത് ഇപ്പോൾ എനിക്കൊരു പഠിക്കണ കാലഘട്ടത്തിൽ ഒരു കഥകളി ഉണ്ട്, അല്ലെങ്കിൽ ഒരു പാട്ടുണ്ട്, പോണോ വേണ്ടയോ, അടുത്ത ആഴ്ച പരീക്ഷ വരുന്നുണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞാൻ ഫംബിൾ ചെയ്യുന്ന സമയങ്ങളിലും എൻ്റെ സ്കൂളിലുണ്ടായിരുന്ന പ്രിൻസിപ്പൽ ഉൾപ്പെടെയുള്ള അധ്യാപകരാണ് അത് സാരമില്ല, രണ്ടും കൂടെ ഒന്നിച്ചു കൊണ്ടുപോയാലേ ജീവിതത്തിൽ വിജയം ഉണ്ടാവുള്ളൂ എന്നുള്ള ആ ഒരു സന്ദേശം എനിക്ക് പറഞ്ഞു തന്നത്, അത് പകർന്നു തന്നത് എൻ്റെ സ്കൂളിൽ നിന്ന് തന്നെയാണ്. അപ്പോൾ അത് തന്നെയാണ് എനിക്ക് ഇവിടെ മുമ്പിലിരിക്കുന്ന കുട്ടികളോടും അവരുടെ അധ്യാപകരോടും പറയാനുള്ളത്. ഇപ്പം ഞാൻ പഠിച്ചത് MBBS ആണെന്ന് പറഞ്ഞു. വളരെയധികം കഠിനാധ്വാനമുള്ള ഒരു കോഴ്സ് തന്നെയാണ്. ഒരുപാട് സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള സാഹചര്യങ്ങളിൽ കൂടെ കടന്നു പോകേണ്ട വരുന്നുണ്ട്. സാധാരണ ഡിഗ്രി കോഴ്സിനേക്കാളും വർഷങ്ങൾ ഒരുപാട് കൂടുതൽ എടുക്കുന്നതുമാണ്. അപ്പോൾ അതിൻ്റെ ആ ഒരു കോഴ്സ് പഠിച്ചതിൻ്റെ എല്ലാ തരത്തിലുള്ള ടെൻഷനും അതിൽ നമ്മൾക്ക് ഡൗൺ ആയി പോകുന്ന പല സാഹചര്യങ്ങളിലും എനിക്ക് സഹായകമായിട്ടുള്ളത് എൻ്റെ ഉള്ളിലെ ഒരു കലാസ്വാദന ബോധമാണെന്ന് പറയാം. ഞാൻ കളിക്കുന്ന കഥകളി, പാടുന്ന പാട്ടെന്നല്ല, എനിക്ക് കല ആസ്വദിക്കാനുള്ളൊരു താല്പര്യമാണ് എനിക്ക് പല നെഗറ്റീവ് തോട്ട്സ് വരുന്ന സമയത്തും എന്നെ രക്ഷിച്ച് പോന്നിട്ടുള്ളത്. കേന്ദ്ര കമ്മിറ്റി ചെയർമാൻ PN രാജൻ അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രിൻസിപ്പൽ ബിന്ദു MP, കേന്ദ്ര കമ്മിറ്റി ജോയിന്റ് സെക്രട്ടറി V മുരളി, പ്രിൻസിപ്പൽ സിന്ധു ശിവദാസ്, PN ഗോകുലൻ, CA ശങ്കരൻ കുട്ടി, PN വേണുഗോപാൽ എന്നിവർ പങ്കെടുത്തു. സ്വച്ഛ് സർവേഷണ ഒരുങ്ങി വടക്കാഞ്ചേരി നഗരസഭ. കേന്ദ്ര പാർപ്പിട നഗരകാര്യ മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന രാജ്യത്തെ ഏറ്റവും വലിയ ശുചിത്വ സർവേകളിലൊന്നായ സ്വച്ഛ് സർവേഷൺ ഒരുങ്ങി വടക്കാഞ്ചേരി നഗരസഭ. നഗരസഭയ്ക്ക് കീഴിലുള്ള പൊതു ഇടങ്ങളിലെ ചുമരുകളെല്ലാം ഇനി മാലിന്യത്തിനെതിരെയുള്ള സന്ദേശങ്ങളാലും മനോഹര ചിത്രങ്ങളാലും നിറയും. വാർഡ് തോറും സ്നേഹാരാമം ഒരുക്കുന്നതിന്റെ ഭാഗമായി 20 വാർഡുകളിൽ പൂന്തോട്ടങ്ങൾ ഒരുങ്ങിക്കഴിഞ്ഞു. വർണ്ണച്ചിറകുകൾ വിടർത്തിയ ചിത്രശലഭത്തിന്റെ സെൽഫി പോയിന്റാണ് സ്വച്ഛ് സർവേഷനായി നഗരസഭ തയ്യാറാക്കിയിട്ടുള്ളത്. നഗരസഭയ്ക്ക് കീഴിലുള്ള പൊതു ശൗചാലയങ്ങളുടെ ശുചീകരണ പ്രവർത്തനങ്ങളും ദിശാ ബോർഡ് സ്ഥാപിക്കുന്ന പ്രവൃത്തികളും അന്തിമഘട്ടത്തിലാണ്. വേസ്റ്റ് ടു ആർട്ട് പ്രവർത്തനങ്ങളും നഗരസഭയിൽ ആരംഭിച്ചു. ഇതിനോടനുബന്ധിച്ച് വിദ്യാർത്ഥികൾക്കായി വിവിധ മത്സരങ്ങളും സംഘടിപ്പിക്കും. വ്യാപാര വ്യവസായ സ്ഥാപനങ്ങളിൽ ശുചിത്വം ഉറപ്പാക്കുന്നതിനും വൃത്തി നിലനിർത്തുന്നതിനും ആവശ്യമായ നടപടി സ്വീകരിച്ചിട്ടുണ്ട്. പൊതു ഇടങ്ങളിൽ വേസ്റ്റ് ബിൻ സ്ഥാപിക്കുക, അഴുക്കുചാലുകളിൽ സ്ക്രീനിംഗ് ചേംബർ സ്ഥാപിക്കുക, RRR സെന്റർ, C&D കളക്ഷൻ പോയിന്റ് തുടങ്ങിയ പ്രവൃത്തികൾ പുരോഗമിക്കുകയാണ്. 3 സ്റ്റാർ റേറ്റിംഗിനും ODF+ പദവി നിലനിർത്തുന്നതിനും നഗരസഭ അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ട്. ഇതിന്റെ പരിശോധന തുടർന്നും ഉണ്ടാകും. സ്വച്ഛ് സർവേഷനെ കുറിച്ചുള്ള അവബോധം പൊതുജനങ്ങളിലും എത്തിക്കും. കോൺഗ്രസിൽ അതൃപ്തി തുറന്നു പറഞ്ഞ് രമേശ് ചെന്നിത്തല. കോൺഗ്രസിലെ അതൃപ്തി തുറന്നു പറഞ്ഞ് രമേശ് ചെന്നിത്തല. പാർട്ടിയിൽ കൂടിയാലോചന വേണമെന്നും പ്രവർത്തകർക്ക് വിഷമമാകുന്നതിനാലാണ് പലതും തുറന്നു പറയാത്തതെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് K സുധാകരനെ മാറ്റേണ്ട സാഹചര്യം ഇപ്പോൾ ഇല്ലെന്നും രമേശ് ചെന്നിത്തല വ്യക്തമാക്കി. K സുധാകരനെ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് നീക്കാനുള്ള യാതൊരു ചർച്ചയും നടന്നിട്ടില്ലെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. മാധ്യമങ്ങളിൽ ഇത്തരം വാർത്ത വരുന്നത് എങ്ങനെയെന്ന് അറിയില്ല. സർക്കാരിനെതിരായ ജനവികാരം ഇപ്പോൾ ശക്തമാണ്. അതിനാൽ തന്നെ ഈ സാഹചര്യത്തിൽ എല്ലാവരും ഒന്നിച്ച് പ്രവർത്തിക്കേണ്ടതുണ്ടെന്ന് ചെന്നിത്തല പറഞ്ഞു. കോൺഗ്രസ് ജനാധിപത്യ പാർട്ടിയാണെന്ന് ഓർമ്മ വേണം. എല്ലാം കൂടിയാലോചിച്ച് പ്രവർത്തിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിന്റെയും പ്രതിപക്ഷ നേതാവ് VD സതീശന്റെയും പ്രവർത്തനങ്ങളിൽ രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ള നേതാക്കൾക്ക് അതൃപ്തിയുണ്ടെന്ന വാർത്തകൾക്കിടയിലാണ് രമേശ് ചെന്നിത്തലയുടെ തുറന്നു പറച്ചിൽ. കോൺഗ്രസ് സംഘടനാ തെരഞ്ഞെടുപ്പ് ഉടൻ ഉണ്ടാകില്ലെന്നും രമേശ് ചെന്നിത്തല സൂചിപ്പിച്ചു. മുൻപ് തെരഞ്ഞെടുപ്പ് ചുമതല നൽകാത്തതിൽ ചാണ്ടിയുമ്മൻ അതൃപ്തി പ്രകടിപ്പിച്ചപ്പോൾ രമേശ് ചെന്നിത്തല അതിനെ പിന്തുണച്ചത് വലിയ വാർത്തയായിരുന്നു. ചാണ്ടിയുമ്മന്റെ വിമർശനങ്ങളും നേതാക്കളുടെ പിന്തുണയും VD സതീശനെതിരായ പടയൊരുക്കത്തിന്റെ സൂചനയെന്ന തരത്തിൽ വാർത്തകൾ വന്നതിന് പിന്നാലെയാണ് രമേശ് ചെന്നിത്തല അതൃപ്തി പരസ്യമാക്കിയിരിക്കുന്നത്.
പാലക്കാട് അപകടം, ദേശീയപാതയിലെ സാങ്കേതിക തകരാർ പരിഹരിക്കണം. നിതിൻ ഗഡ്കരിക്ക് കത്തയച്ച് VK ശ്രീകണ്ഠൻ. 4 വിദ്യാർത്ഥിനികളുടെ മരണത്തിനിടയാക്കിയ കരിമ്പ പനയമ്പാടത്തെ ലോറി അപകടത്തിൽ കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിക്ക് കത്ത് നൽകി VK ശ്രീകണ്ഠൻ MP. ദേശീയപാതയിലെ സാങ്കേതിക തകരാർ പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് കത്ത്. സ്ഥിരമായി അപകടമുണ്ടാകുന്ന മേഖലയെന്ന് കത്തിൽ പറയുന്നു. ഇക്കാര്യം നേരത്തെ തന്നെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നുവെന്ന് കത്തിൽ പറയുന്നു. അതേസമയം തുടർച്ചയായി അപകടങ്ങൾ നടക്കുന്ന പനയമ്പാടത്തെ റോഡിന്റെ അപാകത പരിശോധിക്കുമെന്ന് ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ അറിയിച്ചു. പൊതുമരാമത്ത് വകുപ്പുമായി ചേർന്ന് റോഡിന് മാറ്റം വരുത്താനുള്ള നടപടിയെടുക്കും. ബ്ലൈൻഡ് സ്പോട്ടുകൾ കണ്ടെത്തി ലിസ്റ്റ് തയ്യാറാക്കുമെന്നും മന്ത്രി പറഞ്ഞു. ഹൈഡ്രോപ്ലെയിനിംഗ് സാധ്യത കൂടുതലുള്ള സ്ഥലമാണിതെന്നുമാണ് RTO പറയുന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. പാലക്കാട് അപകടത്തിൽ 4 വിദ്യാർത്ഥികളുടെ മരണത്തിനിടയാക്കിയ റോഡ് നിർമ്മാണത്തിൽ പാളിച്ചയുണ്ടെന്ന് ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ. ഇതോടുകൂടി വാർത്ത. BJPയെ കടന്നാക്രമിച്ച് പാർലമെന്റിൽ പ്രിയങ്കയുടെ കന്നിപ്രസംഗം. ജലവൈദ്യുത കരാർ നീട്ടി നൽകാനുള്ള സർക്കാർ തീരുമാനം കേരളത്തിന് ദോഷകരം. രമേശ് ചെന്നിത്തല. പുഷ്പ 2 റിലീസ് തിക്കിലും തിരക്കിലും പെട്ട് യുവതി മരിച്ച സംഭവത്തിൽ അല്ലു അർജുൻ റിമാൻഡിൽ. വൈദ്യുതി ചാർജ് വർധന ഇരുട്ടടിയാണെന്ന് വ്യാപാരികൾ. സംവിധായകൻ P ബാലചന്ദ്രകുമാർ അന്തരിച്ചു. ചേലക്കരയ്ക്കടുത്ത് മേപ്പാടത്ത് നിയന്ത്രണം വിട്ട ആംബുലൻസ് പാടത്തേക്ക് മറിഞ്ഞു. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ അവസാനിച്ചു. നന്ദി, നമസ്കാരം.